ഹായ് ഗൈസ്, വളരെ കിരപ്പൻ്റെ കല്യാണത്തിന് പോകുന്നു. അനിയന്റെ കല്യാണം, നമുക്കൊക്കെ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. നേരത്തെ കാലത്ത് പോയിക്കാൻ ഒരു പ്ലേറ്റ് മന്തി ഫ്രീ, കപ്പ് കേക്കിന്റെ വക. ആടൊരാള് മറ്റേ മുഖത്ത് പശ എന്തൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ബ്യൂട്ടി പാർലറിലാണ്. ആ ഫോട്ടോ നമ്മൾ ഈ വീഡിയോയിൽ ഇടാം, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും ഇടും, ഇട്ടേ പറ്റൂ. ചെറുത്തിലെന്ന് പറയണത് എണീച്ചിട്ട് പോലും ഇല്ല. യെസ്, രണ്ടുപേരും എണീച്ചിട്ടില്ല. കൊല്ലത്ത് പോയിട്ട് നമ്മുടെ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യണം. നല്ല അടിപൊളി റിസോർട്ടൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോ നാളെ കല്യാണത്തിന് പോലും പോവില്ല. എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. വിമാനം കരയേറിയൊരു ദിനം, ഇളമുളം കാട്ടിലെ നീറുകൾ. ചില ജനാലകൾ താരകങ്ങൾ നേർക്കുനോക്കുമ്പോ മനോരാജ്യമാ ഗോപുരങ്ങളിൽ കോണിക്കേറുമ്പോ നമ്മളെ ഗോഡ് ലൈറ്റ് അല്ലേ? യെസ്, ഗോഡ് ലൈറ്റ് നടുക്കുണ്ട്. ഇതിന്റെ പിടക്കൊഴി. ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് കൊല്ലത്താട്ട് പോവുകയാണ്. നാളെ കിരപ്പൻ്റെ അനിയൻ്റെ കല്യാണമാണ്. നമ്മളെല്ലാവരും ഉണ്ട്. കുക്കണ്ണൻ, ജാക്കിമോൻ, റെക്സ്, സ്കെച്ച്, ലൈറ്റ് എല്ലാവരും ഇപ്പോൾ അങ്ങോട്ട് എത്തുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല, ഞാൻ ഇത്തിരി ലേറ്റായി പോയി എഴുന്നേറ്റപ്പോൾ, സ്വാഭാവികം. പിന്നെ നമ്മൾ നേരെ ഞാൻ കൊല്ലത്താട്ട്, അവർ ഓൾറെഡി തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്താട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാം, ബാക്കി അവിടെ ചെന്നിട്ട്. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങളിവിടെ എടുത്തിരുന്ന റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളല്ല, ഞാൻ എത്തിയിട്ടുണ്ട്. അവരൊക്കെ നേരത്തെ എത്തിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ട് പോയിരിക്കുക. പക്ഷെ സ്ഥലം ഒരു രക്ഷയില്ല. സ്ഥലം ഞാൻ കാണിച്ചു തരാം ഗൈസ് നിങ്ങളെ. ഗൈസ്, അപ്പം എൻ്റെ ഗേൾ ഫ്രണ്ട് വരുന്നുണ്ട്. അപ്പം അവളെ പിക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ പോകണം. അവൾ ബസ്സിലാണ് വരുന്നത്. അവൾ ഏകദേശം എത്താറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിന് മുമ്പായിട്ട് എനിക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് മേടിക്കണം. അവൾക്ക് എന്തെങ്കിലും ചെറിയൊരു പൂ, എന്തെങ്കിലും ഒരു പൂ, അല്ലാണ്ട് വേറെ വലുതായിട്ടൊന്നുമല്ല. അപ്പോൾ എന്തെങ്കിലും മേടിക്കണം. ജസ്റ്റ് ഞാനപ്പോൾ അതിനൊന്ന് പോയിട്ട് വരാം. ഇവിടെ അടുത്ത എവിടെയാണ് നമുക്ക് ഇതുള്ളതെന്ന് നോക്കണം. അപ്പം ജസ്റ്റ് പോയിട്ട് വരാം. ബൈ ഗൈസ്. Meanwhile, നമ്മളിതാ മന്തി കഴിക്കാൻ വന്നേക്കുവാണ്. റെക്സ് ഉണ്ട് ഇവിടെ. സ്കെച്ച് വെടി ഗോഡല്ലേ, ഗോഡ് ലൈറ്റ് ഉണ്ട്. ഗോഡ് ലൈറ്റിന്റെ വകയാണ് ചെലവ്. അവന്റെ നാട്ടിൽ വന്നുകൊണ്ട് ഈ അതിഥി ദേവോ ഭവ എന്നാണല്ലോ ആരൊക്കെയോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവന്റെ വക നമുക്ക് കുഴിമന്തി ഉണ്ട്. ഇതുവരെ ചോറ് വന്നിട്ടൊന്നുമില്ല, കാര്യം പ്ലേറ്റാണ്. സ്പ്രൈറ്റ് ഉണ്ട് കുടിച്ചു തീർക്കാൻ. സെറ്റ് ഇതാരാണ് ഞാനൊരു പൂ മേടിച്ചു കഴിച്ചു. അവളാണ് അവിടെ വന്ന് വെയിലത്ത് നിൽക്കുകയാണ്. ഒരു കുറച്ച് ഒരു സെറ്റപ്പായിട്ട് അതിലേക്ക് മേടിച്ചിട്ടുണ്ട്. ബാക്കി ഇനി ചെന്ന് പിക്ക് ചെയ്യാൻ നേരത്തെ ഇനി എനിക്ക് വയർ നിറച്ച് കിട്ടുമെന്ന് എന്തായാലും. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാനിവിടെ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. വയർ നിറച്ച് ചീത്തയൊക്കെ കിട്ടി. ആളെ കണ്ടുപിടിച്ചു ഗൈസ്. അങ്ങനെ
വന്നിരിക്കുന്നു ഗൈസ്. ഗൈസ് അയ്യോ വെയിലത്ത് പിന്നെ കരിച്ചെടുത്തവള് ഗൈസ്. അങ്ങനെ ആളെത്തിയിട്ടുണ്ട്. അവളും കരിഞ്ഞ് ഞാനും കരിഞ്ഞ്. എന്തൊരു ചൂടാണ് ഈ കൊല്ലത്ത്, ദൈവമേ ഒരു രക്ഷയില്ല ഏട്ടാ. പിന്നെ നമുക്ക് അവരുടെ അടുത്തോട്ട് പോണതിന് മുമ്പായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ കയറണം ഗൈസ്. അവരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മളും കൂടി ഫുഡ് കഴിച്ചിട്ട് വേണം ചെല്ലാനായിട്ട്. അപ്പോൾ അവർ നേരെ, ഞാൻ മഞ്ഞ വഴി അവരെ കണ്ടായിരുന്നു, അവർ നേരെ റൂമിലായിട്ട് പോയിട്ടുണ്ട്. നമ്മളപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി എല്ലാവരുമായിട്ടുള്ള മീറ്റിങ്സ് അത് നമുക്കിതാക്കാം. കഴിക്കാനായിട്ട് എത്തിയിരിക്കുന്ന റോയൽ ഫുഡ് റെസ്റ്റോറൻറ്റ്. അതിൻ്റെ അപ്പുറത്ത് മന്തി മനസ്സിലുണ്ട്, പക്ഷേ അവിടെ ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. അപ്പോൾ അവരൊക്കെ വന്നേച്ചും കഴിച്ചത്. അപ്പോൾ അവിടെ തിരക്കാരെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് കഴിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കയറാമെന്ന് കഴിച്ചു. കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് ഫുഡ് കഴിച്ചപ്പോൾ. ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് പോവുകയാണ്, കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാണ്ട്. ആഞ്ജനേയ സ്വാമി ഇല്ല, നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാനായിട്ട്, സാധനങ്ങളല്ല അവളുടെ ഡ്രസ്സിൻ്റെ എന്തൊരു കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകണം. അപ്പോൾ അതിന് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തോട്ട് പോകണം. தென்கிழக்கு தேன் சிட்டு செம்பருத்தி பூமுட்டு செல்லம் கொஞ்சதே தாலாட்ட. നമ്മൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു മാളാണല്ലോ ഇത്. ഇവിടെ ഒരു മാളിൽ നമ്മൾ കയറിയിരിക്കുന്നത്. ജസ്റ്റ് പേരൊന്നും അറിയാൻ പാടില്ല മാളിൻ്റെ. നമ്മൾ ജസ്റ്റ് ഒന്ന് മഡിയിൽ കയറിയതാണ്. ഏതാ? RP മോൾ കൊല്ലം. നമ്മളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. നമ്മൾ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കണ്ട ബാക്ക്ഗ്രൗണ്ടിൽ പെമ്പിള്ളേർ ഷൂപ്പ് തൂക്കിയായിട്ട് നമ്മളെ ഇവിടെ വെറുതെ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്? ഓർഡർ ചെയ്ത ചീട്ടും കൊണ്ടാകും പോയി, ജാക്കും പോയി. നഗറ്റ്സ് ഉണ്ട്, ഫ്രൈസ് ഉണ്ട്, 2 കോക്ക് ഉണ്ട്. ഇനിയിപ്പോൾ അപ്പുറത്തെ ബാസ്കറ്റ് റോബിൻസ് പോയിട്ട് 2 ഐസ്ക്രീം ഞാൻ മേടിക്കും. ആർക്കും തരത്തില്ല, ആർക്കും തരില്ല, ഞാൻ ഒറ്റ കഴിക്കും. യെസ്. ഡയറ്റ് അല്ലേ? ഇല്ല, 2 ദിവസം നോ ഡയറ്റ്. അങ്ങനെ ജിമ്മിൽ പോകാൻ പറ്റുന്നില്ലല്ലോ, ജിമ്മിൽ പോണ്ടേ. മസിൽസ് ഒക്കെ ഒന്ന് ബിൽഡ് ചെയ്യണം ചെറുതായിട്ട്. യെസ്, ട്രസ്റ്റ് ദ പ്രോസസ്. ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു, നമ്മൾ തിന്നുന്നു, കാണുന്നു. രാത്രി വെടിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നു. വെടി അവിടെ ഇവിടെ മറ്റേ ഇടിയും മഴയൊക്കെയാണ്. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഭയങ്കര പേടിയാ വെച്ചാ രാത്രി. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം റൂമിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ കലാപരിപാടികളൊക്കെ ആയിട്ട് നമ്മളിവിടെ തുടങ്ങിയിട്ടുണ്ട് പരിപാടികൾ. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. അപ്പോൾ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോൾ നാളെ രാവിലെ എഴുന്നേക്കേണ്ട, കാരണം വലിയ കലാപരിപാടികളൊന്നുമായിട്ട് നമ്മൾ നടത്തുന്നില്ല. നമ്മൾ ഇന്നത്തേക്ക് തൽക്കാലത്തേക്ക് ചെറിയ രീതിക്കുള്ളൊരു കലാപരിപാടി നടത്തിയിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് 10:15 മുഹൂർത്തം. ആ ഒരു ടൈമിൽ നമുക്കിവിടെ എത്തണം. അപ്പോൾ എല്ലാവരും കുറച്ചും കഴിയാന്നിട്ട് എന്തായാലും എല്ലാവരും ഒന്ന് അണഞ്ഞ് നേരത്തെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് പോകാനുള്ള പ്ലാനാണ്. കുറേ പേരൊക്കെ ഇപ്പോൾ ഇവിടെ ഓൾറെഡി അണഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് ഇനിയിപ്പോൾ കല്യാണം നാളെ എല്ലാവരും ഒരുങ്ങിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി നാളെ വീഡിയോ. ഹായ് ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോൾ എഴുന്നേറ്റ് തന്നെ ഇപ്പോൾ സമയം 7:15 നമുക്കൊരു 9:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തണമെന്നും പറഞ്ഞിട്ട് മാമി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് റെഡിയാകും. അപ്പോൾ ഇനി റെഡിയായി കഴിയുമ്പോൾ കാണാം ഗൈസ്. എല്ലാവരും എഴുന്നേറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോൾ എല്ലാവരും ഇറങ്ങിയാണ് ഇവിടുന്ന്. നമ്മൾ നേരെ ഇങ്ങോട്ട് പോവുകയാണ്, വേറെ കല്യാണ പാട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ ഇറങ്ങുവാണ് ഗൈസ്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ എത്തിയിട്ട് ഇനി ബാക്കി വീഡിയോസൊക്കെ കാണിച്ചു തരാം. ഡൈറ്റേ, താങ്കൾ എവിടുത്തെ സ്ഥാനാർത്ഥിയാണ്? ഞാൻ എൻ്റെ സ്വന്തം സ്ഥാനാർത്ഥി. വെള്ളയൊക്കെ ഇട്ട് പറയൂ. ലൂസിഫർ ആണ്. പെണ്ണൊക്കെ നിൽക്കുന്നത് നല്ല തിരക്കുള്ള റോഡാണ് കേട്ടാ. വണ്ടിടിച്ച് എത്തുന്ന ഭാഗ്യം, ചത്തില്ലെങ്കിൽ ഭാഗ്യം. ചത്തില്ലെങ്കിൽ ഭാഗ്യം എന്നാ ഉദ്ദേശിച്ചത്.
റിക്സൺ എന്താ എഡിറ്റർ കണ്ണേ ആദിത്യ കണ്ണേ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ വേറെ അടുത്തുകൊണ്ട് പാർക്കൊക്കെ ചെയ്തിട്ട് വരികയാണ്. ഗൈസ് ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം. നമ്മൾ ലേറ്റ് ആകുന്നതായാലും ലേറ്റസ്റ്റ് വരുമെന്നും പറഞ്ഞിട്ട് എല്ലാം കൂടി വരുന്നുണ്ട്. ഗൈസ് നമ്മൾ കല്യാണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞ് കാണണം. ചടങ്ങിൻ്റെ ടൈം പറഞ്ഞ് വെച്ച് നോക്കാൻ നേരത്തെ ഇപ്പോൾ കല്യാണം ടൈം കഴിഞ്ഞിട്ടുണ്ട്. പൊട്ടൊക്കെ കേട്ടിട്ട് കല്യാണം കഴിഞ്ഞെന്നാണ് തോന്നണം. പൊട്ടൻ ലോക പൊട്ടൻ അല്ലേ? ഓക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കല്യാണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കല്യാണ ചടങ്ങ് തുടങ്ങിയിട്ടില്ല. പുറകിലെത്തി ചേട്ടൻ കുമ്മനടിക്കുന്നുണ്ട്. എനിക്ക് മൈലി വിലയിലൂടെ തരുന്നത് മൈലി വില. എന്തായാലും നമുക്ക് കല്യാണത്തിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും പിന്നെ നമുക്ക് കല്യാണ പരിപാടികളും കാര്യങ്ങളൊക്കെ നോക്കാം. തിരപ്പൻ്റെ എണ്ണാതെ കെട്ടാൻ പോകുക. അല്ല ഇത് തിരപ്പൻ്റെ അരിയാണ്. കറുത്ത് തിരപ്പനെ കൊണ്ട് ഇരിപ്പുണ്ട്. ചെക്കൻ്റെ ചേട്ടനെ കണ്ടിട്ടിരിക്കണം നമ്മൾ ചെക്കൻ്റെ ചേട്ടനെ. എവിടെ മാമി? എവിടെ? അകത്താണ്. വ്ളോഗാ അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഗൈസ് നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കാണ്. എല്ലാവരും ഉണ്ട്. എന്തൊരു ഒരു കാര്യം കൊണ്ട് വന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മളിപ്പോൾ അതേ സദ്യ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. സദ്യ കഴിക്കാനായിട്ട് നമ്മളെല്ലാവരും ഉണ്ട്. മാന്യം കളിക്കണ്ടേ? ഗൈസ് അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരെ റിസപ്ഷന് പോകാൻ പോവുക. റിസപ്ഷന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഒരു ടീം പെട്രോളൊക്കെ അടിക്കാനായിട്ട് അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. നമ്മൾ നേരെ ഇപ്പോൾ പോകാൻ പോവുക. ഗൈസ് നല്ല മഴക്കാരൊക്കെ ഉണ്ട്. നല്ല സ്കൈ കേട്ടോ. സ്കൈ കാണാൻ പറ്റുന്നില്ല. സ്കൈ പറയാനില്ല. അപ്പോൾ ഗൈസ് സംഭവം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയൊക്കെ കാണാം. ഇതിൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. വൈറ്റ് ആണ്. ഗൈസ് നമ്മളങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കിരപ്പൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവരായിരുന്നു ലേറ്റ് അവരും എത്തി. ലേറ്റ് ആയത് പെട്രോൾ അടിക്കാൻ പോയതായിരുന്നു. ഇപ്പോൾ വേറെ വഴിക്ക് അങ്ങനെ നമ്മളെല്ലാവരും എത്തിയിട്ടുണ്ട്. ഒരുമിച്ചെത്തി. ഇപ്പോൾ സമയം 7:15 കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങാൻ പോകുന്നില്ല. അവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളെ പരിപാടിയാണ്. ഗൈസ് വെൽക്കം ഡ്രിങ്ക് നമുക്ക് തരാണ്ട് ഒറ്റയ്ക്കിരുന്ന് കുടിക്കുകയാണ് ആള്. കേട്ടാ വെൽക്കം ഡ്രിങ്ക് ഒറ്റയ്ക്കിരുന്ന് കുടിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും തരത്തില്ലെന്ന് പറഞ്ഞ് വന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുന്ന കിരപ്പൻ കണ്ടാ. ഇപ്പോൾ സ്വന്തമായിട്ട് കുടിക്കാനുള്ള പ്ലാനാണെന്നാണ് തോന്നുന്നത്. നമുക്ക് തരുവില്ലെന്ന് നോക്കാം. കേട്ടാ തന്നില്ല. ഇതാണ് ഗൈസ്. നമ്മളപ്പോൾ എല്ലാവരും കഴിക്കുകയാണ് ഗൈസ്. നമ്മുടെ കൂട്ടത്തിലായിട്ട് കിരപ്പനും മാമി എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും പല പല സാധനങ്ങളാണ്. പൊറോട്ട, റൈസ്, മുട്ട, അങ്ങനെ വഴച്ച്. കിരപ്പന് ഇരിക്കാൻ പറ്റുന്നില്ല. ഓർഡറാണ് കിരപ്പന്. ഗൈസ് അപ്പോൾ നമ്മളെല്ലാവരും ഇവിടുന്ന് ഇറങ്ങാണ്. നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ചാറ്റേ എല്ലാവരും ഉണ്ട്. ആരാ ബ്ലിപ്പ് അടിക്കണം? ആരാണ്ട് ഒരുത്തനുണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ് നമ്മളെല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ വീട്ടിലായിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് 2-3 ദിവസം അടിപൊളിയായിരുന്നു ഗൈസ്. ഒരു 3 ദിവസം നമ്മൾ ടോട്ടൽ അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു. അത് 3-ാമത്തെ ദിവസം നമ്മളിപ്പോൾ ഇങ്ങോട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ആ 3 ദിവസം നല്ല രസമായിരുന്നു. എല്ലാവരും കൂടിയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ അധികം വ്ളോഗൊന്നും ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ
ഒന്ന് നോക്കിയിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പ്രാവശ്യം അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ഗൈസ്. പല ഗ്രഹങ്ങളിൽ പറന്നലയും കഥയിലെ കുമാരരെ പോലെ മായ പോലെയും ഭാവനാകാശത്തിലൂടെ അതിവിദൂര താരകാനിലയം തിരയുമീ കിനാവുറുമ്പണി വേദികൾ. വിമാനം കരേറി ഒരു ദിനം ഇളമുളങ്കാട്ടിലെ നീറുകൾ